ഹലോ ഞാൻ റംഷി. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ എന്റെ മൂന്നാമത്തെ വീഡിയോ ആണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ സാധാരണ 2 വീഡിയോയിലും കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത് എന്റെ മെയിൻ വീഡിയോന്റെ ഷൂട്ടിന്റെ ബിഹൈൻഡ് ദ സീൻസ്, അതേപോലെ ഹെയർ കട്ട് ചെയ്യുന്ന വീഡിയോസ്, അങ്ങനെയാണ് എന്റെ ആസ് യൂഷ്വൽ വീഡിയോസ്. അപ്പൊ ഞാനിപ്പോ ഒരു വ്ളോഗ് സീരീസ് തുടങ്ങിയതിന്റെ ഭാഗമായിട്ട് ഞാനിപ്പോ ഒരു ട്രിപ്പ് പോകാൻ പോവാണ്. പക്ഷെ നിങ്ങൾക്കും കൂടി വേണ്ടിയാണ്, എനിക്ക് വേണ്ടി തന്നെയാണ് ഞാൻ പോകുന്നത്, പക്ഷെ നിങ്ങൾക്കും കൂടി വേണ്ടിയാണ് ഞാനിപ്പോ ട്രിപ്പ് പോകുന്നത്. അത് എങ്ങോട്ടാണ് എന്താണെന്ന് എല്ലാം സർപ്രൈസ്. അപ്പൊ നമുക്ക് പോവാൻ റെഡിയാണ്. ഞാൻ ഓൾറെഡി എല്ലാം പാക്ഡ് ആണ്. അപ്പൊ എനിക്ക് ബാക്കി കാര്യങ്ങൾ കാണാം. ഹായ്. അപ്പൊ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ ഞാൻ ഇപ്പോൾ കുറേ ആയി ട്രെയിനൊക്കെ കയറിയിട്ട്. അപ്പൊ എനിക്ക് ഒരുപാട് മുന്നത്തെ ഓർമ്മകളുണ്ട്. ഓർമ്മ എന്ന് പറഞ്ഞാൽ പണ്ട് അത്യാവശ്യം ചെറിയ രീതിയിലൊക്കെ ട്രാവൽ ചെയ്യായിരുന്നു. അപ്പൊ മുന്നത്തെ ഓർമ്മകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും കൂടി നമുക്ക് ഇപ്പൊ നൊസ്റ്റ, അതേപോലെ തന്നെ മെമ്മറി, അതായത് പണ്ടത്തെ മെമ്മറി എന്നൊക്കെ പറയുന്ന പോലെ അത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം. ഞാൻ പണ്ടത്തെ കുറച്ച് എൻ്റെ വീഡിയോസോ എന്തെങ്കിലും ഒരു ഫോട്ടോ ഇവിടെ കാണിച്ചു തരണമായിരിക്കും നിങ്ങൾക്ക് വേണ്ടി. അതായത് മുന്നത്തെ എന്ന് പറഞ്ഞാൽ കുറച്ച് പഴയതാ. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നും കുറച്ച് വൾഗറായിട്ട്, കുറച്ച് 3 മൂക്കുത്തി, പച്ചാമഞ്ഞ കളറ് അതൊക്കെ ചെയ്തിട്ടുള്ള ഒരു പണ്ടത്തെ ഒരു ഫോട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോഴത്തെ ലുക്ക് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വ്യത്യാസം തോന്നും. കാരണം അന്നത്തെ ഒരു കാഴ്ചപ്പാട്, അന്നത്തെ ഒരു പ്രായത്തിന്റെ, അതിപ്പോ എല്ലാവർക്കും ഉണ്ട്. ഇതൊക്കെ ആ ഒരു പ്രായത്തിലേ പറ്റുള്ളൂ. ഇപ്പൊ ഞാൻ അങ്ങനെ കാണിച്ചു നടന്നു കഴിഞ്ഞാൽ അതൊരു കോമാളിത്തരായിട്ട് വേണമെങ്കിൽ തോന്നും. ആ പ്രായത്തിൽ അതൊക്കെ ഞാൻ തോന്നുന്നത് എല്ലാം നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം, എല്ലാം നമ്മൾ എൻജോയ് ചെയ്യണം. അല്ലാണ്ട് മറ്റുള്ളവർക്ക് എന്ത് തോന്നും, വീട്ടുകാർക്ക് ചീത്ത പറയുന്നു പറഞ്ഞാൽ, എൻ്റെ വീട്ടുകാർ ഒരുപാട് വീട്ടിൽ തന്നെ കയറ്റിയെന്ന് എനിക്ക് സംശയം. പക്ഷെ എനിക്ക് എൻ്റെ അന്നത്തെ ആഗ്രഹങ്ങൾ അതായിരുന്നു. അപ്പൊ അതിനൊത്ത് ജീവിക്കാനായിരുന്നു എനിക്കിഷ്ടം. പിന്നത്തെ എൻ്റെ ആഗ്രഹങ്ങൾ എന്താണോ അതിനൊത്താണ് ഞാൻ ഇപ്പോഴും ജീവിക്കുന്നത്. നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കണം. ഞാൻ മനസ്സിലാക്കണ കാര്യം അതാ. ഞാൻ അപ്പൊ അത് ചെയ്തു വെച്ചിട്ട് അതൊക്കെ എൻ്റെ ഒരു മെമ്മറീസ് ആണ്. അതായത് എൻ്റെ ആഗ്രഹങ്ങൾ, അന്നത്തെ എൻ്റെ ആഗ്രഹം അതായിരുന്നു. അത് ഞാൻ ചെയ്തു. മറ്റുള്ളവരുടെ മുന്നിൽ അത് ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടും, വേറൊരു രീതിയിലായിരിക്കും അവർ കാണുന്നത്. പക്ഷെ ഞാൻ നോക്കുമ്പോൾ അതെൻ്റെ ഒരു അന്നത്തെ ആഗ്രഹം ഞാൻ നിറവേറ്റി. ഇപ്പൊ എൻ്റെ ആഗ്രഹം ഞാൻ അതുവേണ്ടി പ്രയത്നിക്കുന്നു. അന്നത്തെ ആഗ്രഹം അപ്പോ, ഇപ്പത്തെ ആഗ്രഹം ഇപ്പോ. അതെന്തായാലും പോട്ടെ, അതൊക്കെ പിന്നത്തെ കാര്യം. അപ്പൊ നമ്മൾ എന്തായാലും പറഞ്ഞ ട്രാവൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ നമുക്ക് ഇനി ബാക്കി കാര്യങ്ങൾ നോക്കാം. ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് അപ്പൊ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നത്. ഇതൊക്കെയാണ് ഇപ്പൊ കറങ്ങി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫുഡ്. ഇഡ്ഡലി, ഊത്തപ്പം. ഓൾമോസ്റ്റ് നമ്മൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഗൈസ്. ഇതാണ് നമ്മുടെ ക്യാമ്പയിൻ, ഇതാണ് നമ്മുടെ ഈ ഫൈനൽ ഡെസ്റ്റിനേഷൻ. അപ്പോൾ നമ്മൾ ഒരു ഈവനിങ്, നമ്മുടെ എക്സാക്ട് ഒരു ഈവനിങ് ടൈം ആയി. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സൈസ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് കുറച്ച് ലൈറ്റ് ആയിട്ടാണ് എത്തിയെങ്കിലും എനിക്ക് സ്ഥലം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതൊക്കെ നമ്മുടെ തന്നെ ഫ്രെയിമാണ് ഗൈസ്. ഇപ്പോൾ ഞാൻ എന്തായാലും ഇതിലേതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യും. ഇതായിരിക്കും ഞാൻ എടുക്കുക. അപ്പോൾ മോർണിംഗ് എഴുന്നേറ്റ് തന്നെയുള്ള വ്യൂ അങ്ങോട്ടാണ് ഉണ്ടാവുക. ഇതാണ് ഇപ്പൊ നിലവിലെ ഹെയർ ഫ്രെയിം. അപ്പൊ നമ്മൾ റൂമിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഹെയർ ഫ്രെയിം വരുന്നത്. അപ്പോൾ ഇപ്പോൾ പ്രത്യേകിച്ച് വ്യൂവും കാര്യങ്ങളൊന്നും ഇല്ല. കാരണം ഇപ്പോൾ ഏകദേശം ആഫ്റ്റർനൂൺ ആവാറായി. നമ്മൾ ലഞ്ച് കഴിച്ചിട്ടില്ല, ഓൾമോസ്റ്റ് ലേറ്റ് ആയിട്ടാണ് എത്തിയത്. അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് നാളെ മോർണിംഗ് എന്തായാലും ഞാനൊരു അലാറം വെച്ച് എഴുന്നേക്കും. അലാറം വെച്ച് എഴുന്നേറ്റ് മസ്റ്റായിട്ട് ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഉള്ളൊരു വ്യൂവും കാര്യങ്ങളും കാണിച്ചു തരുന്നതായിരിക്കും. അതേപോലെ ഇത് കഴിഞ്ഞിട്ട് മോർണിംഗ് ഒരു ട്രക്കിംഗ് ഉണ്ട്. അതേപോലെ തന്നെ ഇപ്പോഴും ഒരു ട്രക്കിംഗ് വരുന്നുണ്ട്. അതെന്തായാലും നമുക്ക് ഫുള്ള് മാക്സിമം എന്നെക്കൊണ്ട് ഞാൻ കാണുന്നതെല്ലാം നിങ്ങളെ മാക്സിമം കാണിക്കാൻ നോക്കുക. അതേപോലെ കവറപ്പ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം സാധനം ഞാൻ കവറപ്പ് ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ പ്ലാൻ ചെയ്ത് വന്നൊരു ഹെയർ കട്ട് വീഡിയോ പോസിബിൾ ആണോ എന്ന് ഡൗട്ടാണ്. അത് നമുക്ക് നോക്കാം. എന്നെ കൊണ്ട് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ മാക്സിമം അതുകൂടി ചെയ്യും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കുളിച്ച് ഫ്രഷപ്പ് ആയിട്ടെങ്കിൽ ബാക്കി കാര്യങ്ങൾ നോക്കട്ടെ. അപ്പോൾ ശരി, കുറച്ച് ലേറ്റ് ആയോ, അത്യാവശ്യം വിശക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാം എന്തൊക്കെയുള്ളത് നമുക്ക് നോക്കാം. ഉണ്ടല്ലടാ. അപ്പോൾ നമ്മുടെ വലിയ കല്യാണ വീട്ടിലെ പോലെ ഇവിടെയും ബൊഫയാണ്. അത് നമ്മൾ തന്നെ വാങ്ങിച്ച് കഴിക്കണം. വൈറ്റ് റൈസ് ഉണ്ട്,
കുറച്ചും കൂടി. ഓക്കെ, എനക്കാ രസം സാമ്പാറ് അത് കുറച്ചും കൂടി എന്നെ കണ്ടാ തോന്നില്ല, ഞാൻ അത്യാവശ്യം നന്നായി കഴിക്കും. മോര് കുറച്ച് മതി, അത് ലേശം മതി. അച്ചാർ കുറച്ച് ലേശം അധികം ആക്കിക്കോ. ബീട്രൂട്ട് ലേശം മതി, അത്ര വേണ്ട, കുറച്ച് മതി. താങ്ക് യു. സലാഡ് കുറച്ചധികം കേട്ടോ. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് ഒന്ന് കാണിച്ചു കൊടുത്തത്. ഇത്രയും സാധനങ്ങളാണ് ഇപ്പൊ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. പപ്പടം ഉണ്ടായിരുന്നു, അത് മെയിനാണ്, മറന്നുപോയേ. ഇത്രയും സാധനങ്ങളാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പൊ ഞാൻ എന്തായാലും ബാക്കി കഴിച്ചിട്ട് വരാം. ഓക്കെ, അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കട്ടെ. ഇപ്പൊ കുറെ അധികം കറികൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കിയിട്ട് ടേസ്റ്റ് പറയട്ടെ. കൊള്ളാം, ആവറേജ്. എക്സ്പെക്ട് ചെയ്ത് അത്ര ഭയങ്കര മോശമല്ല, എന്നാ അത്ര മോശമല്ല, കൊള്ളാം. ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഞാൻ ബാക്കി കഴിക്കട്ടെ. ബാക്കി കഴിച്ചിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി. ഈ പ്രോപ്പർട്ടിയിൽ നമുക്ക് ഇപ്പൊ എന്റെ ബ്ലാക്ക് ഉള്ള പോലെ നിങ്ങൾക്ക് അറിയാലോ, ഡോഗ് എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. ബ്ലാക്ക് ഉള്ള പോലെ ഇവിടെ ഒരു ഡോഗ് ഉണ്ട്. ഡോഗിന്റെ പേരെന്തായിരുന്നു ബ്രോ? റാംബോ. റാംബോ. നമുക്കൊന്ന് ജസ്റ്റ് റാംബോനെ കണ്ടിട്ട് വരാം. റാംബോ എനിക്ക് കിട്ടി ഗായ്സ്, എനിക്ക് കിട്ടി റാംബോ. ഗുഡ് ബോയ് ആണ്, ഗുഡ് ബോയ് ആണ് റാംബോ. റാംബോ ഗുഡ് ബോയ്. ട്രീറ്റ് ഒന്നും ഇല്ല എന്റെ കയ്യിൽ, ഞാൻ തന്നേനെ. റാംബോ, നീ ഇവിടെ ഉള്ള എനിക്ക് അറിയില്ലല്ലോ, ആരും പറഞ്ഞൂല്ല. റാംബോ ഗുഡ് ബോയ്, ഗുഡ് ബോയ്, ഗുഡ് ബോയ്. ഇരുന്ന് റാംബോ, ഗുഡ് ബോയ് അല്ലേ? ഗുഡ് ബോയ്, ഗുഡ് ബോയ്, ഗുഡ് ബോയ്. അപ്പൊ ഇതാണ് ഗായ്സ് റാംബോ. നമുക്ക് ഡോഗ്സ് നമുക്ക് എപ്പോഴും വീക്ക്നെസ് ആണ്. ബ്ലാക്കി എന്നല്ല, എല്ലാവരും ആണെങ്കിലും എനിക്ക് പെട്ടെന്ന് അറ്റാച്ച്ഡ് ആവും. കാരണം ഇത്രയും സ്നേഹമുള്ള ഒരു ജന്തു എന്നൊന്നും പറയണത് എനിക്ക് ഇഷ്ടമല്ല. എന്നാലും ഇത്രയും സ്നേഹമുള്ള ഒരു, അതായത് ദൈവം സൃഷ്ടിച്ചാൽ ഇത്രയും സ്നേഹമുള്ള ഒരു വേറെ ജീവി ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇവരുടെ ലോകം നമ്മൾ മാത്രമാണ്. ഇപ്പൊ നമുക്കിപ്പോ കുറെ പേരെ കണ്ടു കഴിഞ്ഞാൽ മറന്നു. പക്ഷെ ഒരു ഡോഗിന്, ഒരു ഓണേഴ്സിന് എത്ര വർഷം കഴിഞ്ഞ് കണ്ടാലും മറന്നുമില്ല. കാരണം അവരുടെ ഒരു ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഓണർ, അതേപോലെ തന്നെ അവരുടെ ആ ഒരു കോമ്പൗണ്ട്. നമ്മൾ പല സ്ഥലത്തും പോവും, പല സ്ഥലത്തും പോയി വരും, പലരും കാണും. അപ്പൊ നമ്മൾ മറന്നു. പക്ഷെ ഈ ഡോഗ്സ് ഒരിക്കലും ഒരു നേരം ഭക്ഷണം കൊടുത്ത ആളെ മറക്കില്ല. കാരണം അവരുടെ ഒരു ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പേരൻസ് അതിനുവേണ്ടി അവർ എന്തും ചെയ്യും അല്ലേ? ചേക്കൻ എന്ന് പറയുമ്പോ ചേക്കൻ എന്നെ ഇപ്പൊ കണ്ടിട്ടുള്ളൂ എന്നെ ഇവിടുത്തെ കെയർ ടേക്കർ പറഞ്ഞവന് സ്ട്രേഞ്ചേഴ്സിന്റെ അടുത്ത് അങ്ങനെ മിങ്കിളാവാറില്ല. അപ്പൊ നമ്മൾ അവരെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് അത് സെൻസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ എന്തുകൊണ്ട് കള്ളന്മാരെ കാണുമ്പോൾ ഡോഗ്സ് കുറയ്ക്കണം എന്ന് പറഞ്ഞാൽ, ഈ കള്ളന്മാര് ഡോഗ്സിനെ കാണുമ്പോൾ പേടിക്കും. ഇവർക്കൊരു നെഗറ്റീവ് ഓറ പെട്ടെന്ന് സെൻസ് ചെയ്യാൻ പറ്റും. അതാണ് ഓടുമ്പോൾ നമ്മുടെ കൂടെ പിന്നാലെ ഓടുന്നവര്. അതേപോലെ തന്നെ ഒരു അത്ര സ്നേഹമുള്ളൊരു ജീവി ലോകത്തില്ല, ഉറപ്പാ. ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പേരൻസ് അതിനുവേണ്ടി അവർ എന്തും ചെയ്യും അല്ലേ? ചേക്കൻ എന്ന് പറയുമ്പോ എന്നെ ഇപ്പൊ കണ്ടിട്ടുള്ളൂ എന്നെ ഇവിടുത്തെ കെയർ ടേക്കർ പറഞ്ഞവന് സ്ട്രേഞ്ചേഴ്സിന്റെ അടുത്ത് അങ്ങനെ മിങ്കിളാവാറില്ല. അപ്പൊ നമ്മൾ അവരെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് അത് സെൻസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ എന്തുകൊണ്ട് കള്ളന്മാരെ കാണുമ്പോൾ ഡോഗ്സ് കുറയ്ക്കണം എന്ന് പറഞ്ഞാൽ, ഈ കള്ളന്മാര് ഡോഗ്സിനെ കാണുമ്പോൾ പേടിക്കും. ഇവർക്ക് ഒരു നെഗറ്റീവ് ഓറ പെട്ടെന്ന് സെൻസ് ചെയ്യാൻ പറ്റും. അതാണ് ഓടുമ്പോൾ നമ്മുടെ കൂടെ പിന്നാലെ ഓടുന്നവര്. അതുകൊണ്ട് ഇത്ര സ്നേഹമുള്ളൊരു ജീവി ലോകത്തില്ല, ഉറപ്പാ. നമുക്ക് ഇപ്പൊ ടാറ്റ പറഞ്ഞ് നമുക്ക് പോവാം. നമുക്ക് ടാറ്റ.